അസ്സലാമു അലൈക്കും. വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആ വിഷയം ഇസ്രായേലി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിയാധാരമായ വിഷയമാണ്. നൂറ്റാണ്ടുകളായി അവർ വാദിക്കുന്ന അവരുടെ ഒരു രാഷ്ട്രസങ്കല്പമെന്ന് പറയുന്ന ആശയത്തിന് പ്രതിദാനമായ ഒരു അടിസ്ഥാനമാണ് വാഗ്ദത്ത ഭൂമി, പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്ന ചർച്ച. എരറ്റ്സ് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരാശയത്തിൽ നിന്നാണ്, ബിബ്ലിക്കൽ ടെർമിനോളജിയിൽ നിന്നാണ് അത് രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ നിരവധി ബിബ്ലിക്കൽ സൂക്തങ്ങളും ബൈബിളിലെ തന്നെ പഴയ നിയമത്തിലെ വിവിധ സൂക്തങ്ങളും ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ യഹൂദരുടെ അവകാശവാദങ്ങളെ ക്രിട്ടിക്കലായി അനലൈസ് ചെയ്യുന്ന നിരവധി ആയത്തുകളും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ വിഷയം ദൈവം, യഹോവ അല്ലെങ്കിൽ അള്ളാഹു. കാരണം ഇവരെല്ലാം ഒരേ പൊസിഷനിൽ നിൽക്കുന്നവരാണല്ലോ. ദൈവം, യഹോവ ഇവർക്ക് ഒരു ഭൂമി വാഗ്ദാനം ചെയ്തെങ്കിൽ എന്തിനാണ് ചെയ്തത്, ആർക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തത്, ആ അള്ളാഹു വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ യഹോവ വാഗ്ദാനം ചെയ്ത അതേ സൊസൈറ്റി തന്നെയാണോ ഇന്നും നിലവിലുള്ളത് എന്ന് പറയുന്ന വിവിധ ചർച്ചകളാണ് വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഒന്നാമത്തെ വിഷയം ബൈബിളിലേക്ക് തന്നെ, പഴയ നിയമങ്ങളിലേക്ക് തന്നെ നമുക്കത് റെഫറൻസായി ഉപയോഗിക്കേണ്ടി വരും. അതിൽ ആർക്കാണ് യഹോവ അല്ലെങ്കിൽ അള്ളാഹു ഈ വാഗ്ദാനം നൽകിയത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ബൈബിളിലെല്ലാം പഴയ നിയമങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, പരതുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ചിൽഡ്രൻ ഓഫ് എബ്രഹാം എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലെങ്കിൽ എബ്രഹാം പ്രവാചകൻ്റെ മക്കൾക്ക് ആണ് ഈ വാഗ്ദത്ത ഭൂമി യഹോവ കരാർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് ഈ വിഷയം രൂപീകരിക്കപ്പെടുന്നത്. അതായത് ഇബ്രാഹീമിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എബ്രഹാമിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അത് ഇസ്ഹാക്കിൽ നിന്ന് തുടങ്ങിയോ അല്ലെങ്കിൽ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ, ജേക്കബ് യാക്കോബ് പ്രവാചകൻ, അല്ലെങ്കിൽ ആ യാക്കോബ് പ്രവാചകൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ. ഈ ഇസ്രായേലിൻ്റെ മക്കൾ പരമ്പരയിൽ മാത്രം പെടുന്ന ഒരു വാദമാണോ ഈ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചർച്ചയാണ് ഈ ചർച്ചയിലെ അതിപ്രധാനമായ കേന്ദ്രബിന്ദു. അവിടെയാണ് ബിബ്ലിക്കൽ പണ്ഡിതന്മാരടക്കമുള്ള, ബൈബിൾ പണ്ഡിതന്മാരടക്കമുള്ള നിരവധി ഈ വേദ പുസ്തകത്തിൻ്റെ എക്സ്പെർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് എബ്രഹാമിൻ്റെ സന്തതികൾക്ക് മുഴുവൻ കൊടുക്കുന്ന വാഗ്ദാനമാണ്. അല്ലാതെ ഇസ്രായേലിൻ്റെ യാക്കൂബിൻ്റെ സന്തതി പരമ്പരയ്ക്ക് മാത്രം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇസ്ഹാക്കിൽ നിന്ന് തുടങ്ങുന്ന ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കൂബ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മക്കൾ പരമ്പരയ്ക്ക് മാത്രം നൽകുന്ന വാഗ്ദാനമല്ല ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചർച്ച. അതിൽ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ വാദി, സൂയസ് കനാലും ആ ഭാഗം അടക്കമുള്ളതും, പിന്നെ യൂഫ്രട്ടീസ് തീരം അടക്കമുള്ളതും, ഇന്നത്തെ പല ഷാം പ്രവിശ്യയിൽ അടക്കമുള്ള വിവിധ ഭാഗങ്ങളും, ഈ ഗ്രേറ്റർ സിറിയയിൽ അടക്കമുള്ള വിവിധ ഭാഗങ്ങളും, തുർക്കിയുടെ ഓരവും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നീണ്ടു കിടക്കുന്നതാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രോമിസ്ഡ് ലാൻഡ്. ഈ പ്രദേശം മുഴുവൻ ഇവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമകാലിക രാഷ്ട്രീയത്തിൽ വ്യക്തമായ കോൺഫ്ലിക്റ്റുകൾ രൂപപ്പെടുത്താൻ പറ്റുന്ന ഒരു വാദമാണ്. എന്നതുപോലെ തന്നെ അത് തിയോളജിക്കലി ചോദ്യം ചെയ്യുന്ന ഒരു വാദവും കൂടിയാണ്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ വാദം അബ്രഹാമിൻ്റെ മക്കൾക്ക് ആണെങ്കിൽ ബിബ്ലിക്കൽ നരേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അബ്രഹാമിന് വിവിധ മക്കളുണ്ട്. അതായത് ഇസ്മായിൽ എന്ന് വിളിക്കപ്പെടുന്ന മക്കൾക്കുപരി വേറെയും 6 മക്കൾ ഉണ്ട് എന്നാണ് ബിബ്ലിക്കൽ നരേഷനിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത്. സിമ്രാൻ, ജോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവ എന്നടക്കമുള്ള മക്കളും ബിബ്ലിക്കൽ നരേഷനിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ മക്കളും കൂടി ഉൾക്കൊള്ളുന്നതാണ് എബ്രഹാമിൻ്റെ മക്കൾ എന്ന വിശദീകരണമാണ് ബൈബിളിൻ്റെ ഭാഗത്തൂടി കയറുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇസ്ഹാക്ക് നബിയുടെ മറ്റൊരു മകനായ യെശുവ എന്ന് പറയുന്ന അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ
പിൻഗാമികളും മക്കൾ പരമ്പരയും എബ്രഹാം എന്ന് പറയുന്ന മക്കൾ പരമ്പരയിൽ പെടുന്നതാണ് എന്ന് പറയുന്ന ചർച്ചയും നമുക്ക് ബൈബിളിൻ്റെ വിശദീകരണങ്ങളിലും കാണുവാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് വാഗ്ദത്ത ഭൂമി എന്ന് എബ്രഹാമിന് വാഗ്ദാനം നൽകിയ ആ വചനം അത് ബൈബിളിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ജെനസിസ് 15:18 ആ ഭാഗത്താണ്. ഓൺ ദാറ്റ് ഡേ ദ ലോർഡ് മേഡ് എ കവനന്റ് വിത്ത് എബ്രഹാം and said, to your descendants I give this land from the Wadi of Egypt to the great river, the Euphrates. എന്ന് പറയുന്ന വചനമാണ് നമുക്ക് ജെനസിസ് ഉൽപ്പത്തി ഭാഗത്തിലെ 15-18 ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇതിൽ തന്നെയാണ് എബ്രഹാമിന് യഹോവ വാഗ്ദാനം നൽകുന്ന ഈ കവനന്റ് എന്ന് പറയുന്ന വാഗ്ദാനം നൽകുന്നത്. അത് ഈജിപ്തിൻ്റെ ആ ഗ്രേറ്റ് റിവർ, ഈജിപ്തിൻ്റെ ഭാഗത്തു നിന്നും യൂഫ്രട്ടീസിലേക്കുള്ള ആ വലിയ നദീഭാഗത്തേക്കുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന വചനമുള്ളത്. ഇവിടെ നമ്മൾ എവിടെ ബൈബിളിൽ ഏത് ഭാഗത്തെടുത്ത് നോക്കിയാലും അവിടെയെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയില്ല. അതായത് ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചർച്ചയുടെ ഭാഗങ്ങളിലെല്ലാം എബ്രഹാമിൻ്റെ ചിൽഡ്രൻ എന്ന് പറയുന്ന പദപ്രയോഗമാണ് കാണുന്നത് എന്നതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു. അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. യഹൂദർ എന്ന് പറയുന്നത് വിവിധ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മത സമൂഹമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ എല്ലാവരും ഒരേപോലെ ഈ എബ്രഹാമിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന മതപരിവർത്തനം ചെയ്യാത്ത മക്കൾ പരമ്പര മാത്രമുള്ളതാണ് യഹൂദർ എന്ന് പറയുന്ന ഒരു വായന ചിലപ്പോൾ നമുക്ക് കാണാറുണ്ട്. പക്ഷേ അതിനേക്കാളും അപ്പുറം നിരവധി സമൂഹങ്ങൾ വളരെ കണിശമായ മത ആചാരാനുഷ്ഠാനങ്ങളിലൂടെ യഹൂദ മതത്തിലേക്ക് മതപ്രവേശനം നടത്തിയ ആൾക്കാരും നമുക്ക് കാണുവാൻ കഴിയും. അതായത് മതപരിവർത്തനം നടത്തിയ വിവിധ മതങ്ങളിൽ നിന്ന് യഹൂദ മതത്തിലേക്ക്, ജൂതമതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ആൾക്കാരും ഇന്ന് ഈ പറയുന്ന യഹൂദർ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിലുണ്ട്. അപ്പോൾ ആരാണ് ഈ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ വിവിധ സമൂഹങ്ങൾ അടക്കമുള്ള എല്ലാവരെയും ഈ പിൻഗാമികൾ എന്ന് വിളിക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു ഭാഗമെന്ന് തന്നെയാണ് ഇബ്രാഹിമിൻ്റെ മറ്റൊരു മകനാണല്ലോ ഇസ്മായിലിൻ്റെ മക്കൾ പരമ്പരയാണല്ലോ അറബ്സ് എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാൽ അറബും അതിൽ പെടേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ചർച്ച ക്രിസ്ത്യാനികളും യഹൂദ പരമ്പരയുടെ ഒരു ഭാഗം കൂടി തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രവാചകന്മാരുടെ എല്ലാവരുടെയും പിൻഗാമികളായി ക്രിസ്ത്യാനികളും സ്വയം കരുതുന്നതും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഈ വാഗ്ദത്ത ഭൂമിയുടെ അവകാശവാദം ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് പറയുന്നത് അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശരിയല്ലാത്ത ഒരു വസ്തുതയാണെന്നാണ് നമുക്ക് ഈ കാര്യം നിന്ന് പഠിപ്പിക്കുന്നത്. നിരവധി ബൈബിൾ വാക്യങ്ങൾ തന്നെ ഇതിനെ നമുക്ക് തെളിവായി എടുക്കുവാൻ പറ്റുന്ന കാര്യമാണ്. അതായത് വിവിധ ഭാഗങ്ങളിൽ ബൈബിളിലെ ജെറമിയ 7:23 അതുപോലെ തന്നെ എക്സോഡസ് 19:5 ഭാഗങ്ങളിലെല്ലാം ജെറമിയ 7:23, എക്സോഡസ് 19:5 ഇവിടെയെല്ലാം എന്തിനാണ് ഈ വാഗ്ദത്ത ഭൂമി നൽകുന്നത് എന്നതും കൂടി മറ്റൊരു ചോദ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആർക്കാണിത് എന്നതിൻ്റെ കൂടെ തന്നെ എന്തിനാണ് വാഗ്ദത്ത ഭൂമി നൽകുന്നത് എന്നതും കൂടി മറ്റൊരു ചോദ്യമാണ്. അവിടെയെല്ലാം യഹോവ ഈ വിശ്വാസികളോട്, അന്നത്തെ അവരോട്, അഭിസംബോധരോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്നെ ഇഫ് യു ഒബേ മീ ഫുള്ളി ആൻഡ് കീപ് മൈ കവനന്റ് then out of all nations you will be my treasured possession although the whole earth is mine. ഇവിടെ പറയുന്നത് യഹോവയായ എന്നെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, എന്നെ നിങ്ങൾ കീഴ്വണങ്ങുകയാണെങ്കിൽ, എൻ്റെ കവനന്റ്, ഞാൻ നിങ്ങൾക്ക് തന്ന ഈ കരാറും ഇതെല്ലാം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന വാഗ്ദാനമാണ്. അതായത് വിശ്വാസവും അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണവുമാണ് വാഗ്ദത്ത ഭൂമി നൽകുമെന്ന് പറയുന്ന ആ പ്രോമിസിൻ്റെ പ്രധാന അടിസ്ഥാനം. നമുക്ക് ഖുർആനിലൂടെയും ഇത് കടന്നു പോകുമ്പോൾ നിരവധി ആയത്തുകൾ നമുക്ക് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. അതിലേക്ക് ഞാൻ പിന്നീട് പ്രവേശിക്കാം. അതിനു മുമ്പ് ബൈബിൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ജെറമിയ ഭാഗത്ത് 7:23 അവിടുത്തെ ആ വചനം നിങ്ങൾ നോക്കുക.
ഇവിടെ യഹോവ പറയുന്നു, ബട്ട് ഐ ഗേവ് ദം ദിസ് കമാൻഡ്, ഒബേ മീ ആൻഡ് ഐ വിൽ ബി യുവർ ഗോഡ് ആൻഡ് യു വിൽ ബി മൈ പീപ്പിൾ, walk in obedience to all I command you, that it may go well with you. അതായത് ഇവിടെയും പറയുന്നത് ജെറമിയ 7:23 ഭാഗത്തും പറയുന്നത് എൻ്റെ കമാൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അനുസരിക്കുക, ഞാൻ നിങ്ങളുടെ ദൈവമാകും, നിങ്ങൾ എൻ്റെ പീപ്പിൾ, എൻ്റെ ജനതയുമാകും. ഞാൻ നിങ്ങൾക്ക് തരുന്ന മുഴുവൻ കമാൻഡിനോടും നിങ്ങൾ അനുസരണയോടെ പുലർത്തുകയാവുമ്പോൾ നിങ്ങൾക്കത് നന്നായി ഭവിച്ചേക്കാം എന്ന് പറയുന്ന വിശദീകരണം നമുക്ക് ജെറമിയയിലും കാണുവാൻ കഴിയും. ഈ തരത്തിൽ ഒരു വാഗ്ദാനം യഹോവ നൽകുന്നത്, കർത്താവ് നൽകുന്നത്, അത് ഒരു വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണവും നല്ല ജീവിതവും സന്മാർഗവുമാണ് എന്നാണ് ഈ സൂക്തങ്ങളുടെ, ബൈബിളിൻ്റെ ഈ വചനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ഖുർആനിലും ഇത് വിവിധ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു ഇവർക്ക് മീസാക്ക് നൽകുന്നു, അഹദ് നൽകുന്നു, നിങ്ങൾ എന്നെ അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങളും എന്നെ അനുസരിക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമെന്ന് പറയുന്ന വിവിധ വിശദീകരണങ്ങൾ നമുക്ക് ഖുർആന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫു ബി അഹദിക്കും വഇയ്യായ ഫർഹബൂൻ. ഇവിടെ ബനി ഇസ്രായേൽ തന്നെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുക, അതുപോലെ തന്നെ എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക, അള്ളാഹുവിനെ നിങ്ങൾ ഭയക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വിവിധ ആയത്തുകൾ ഖുർആനിലും, ഇത് സൂറ അൽ ബഖറയിൽ വന്ന ആയത്താണ് ഞാനിപ്പോൾ ഓതിയത്. ഇങ്ങനെ ഇതുപോലെയുള്ള വിവിധ ആയത്തുകളും ഖുർആനിൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുവാൻ കഴിയും. അപ്പോൾ എന്തിനാണ് വാഗ്ദത്ത ഭൂമി നൽകിയത് എന്നുള്ളതിൻ്റെ ഉത്തരമാണിത്. അതായത് വിശ്വാസവും അതിനെ അനുസരിച്ച അനുഷ്ഠാനവും ഈ അള്ളാഹുവിനോട് ചെയ്ത, കർത്താവിനോട് ചെയ്ത ആ വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന വാഗ്ദത്ത ഭൂമി തരും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം എന്നുള്ളതാണ് ബൈബിളിൻ്റെയും ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എന്തുകൊണ്ട് പിന്നീട് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇവർക്ക് എന്തുകൊണ്ട് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ തന്നെയും ഇവർ നിഷേധിച്ചതിനെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അതായത് ബൈബിളിൽ സങ്കീർത്തനത്തിൻ്റെ ഭാഗത്ത് പാം 78:10 ഭാഗത്ത് നിങ്ങൾ നോക്കുക. അവിടെ they did not keep God's covenant but refused to walk according to his law. ഇവിടെ ഈ സങ്കീർത്തനം ഭാഗത്ത് തന്നെ പറയുന്നത് അവർ കർത്താവിൻ്റെ കവനന്റ് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവർ വിസമ്മതിക്കുകയാണ് ചെയ്തതെന്ന് അവിടെ പറയുന്നു. അതേപോലെ തന്നെ പാംസിലെ 78:8 ഭാഗത്തും ഇതേ വിശദീകരണം പറയുന്നുണ്ട്. They would not be like their ancestors, a stubborn and rebellious generation, whose hearts were not loyal to God, whose spirits were not faithful to him. ഈ മനുഷ്യന്മാർ ഒട്ടും കർത്താവിനോട്, ദൈവത്തോട് ഒട്ടും ലോയലല്ലാത്ത, അതുപോലെ തന്നെ ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ജനറേഷനായി മാറി എന്ന് പറയുന്ന വിശദീകരണം നമുക്ക് ഇതിൽ തന്നെ സങ്കീർത്തനം 78:8 കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇസിഹ 24 നമുക്ക് കാണാൻ കഴിയുന്നത് the earth is defied by its people, they have disobeyed the laws, violated the statutes and broken the everlasting covenant. ഈ ഇസ്രായേലി സമൂഹത്തെ തന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നതാണ്, ഇവർ നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചു, അത് അനുസരണക്കേട് കാണിച്ചു, അവർ ലംഘിക്കുകയും ചെയ്തു. കർത്താവുമായി ചെയ്ത ആ നീണ്ടു നിൽക്കുന്ന കരാർ, എവർലാസ്റ്റിംഗ് കവനന്റ്, അവർ അതിൽ ബ്രോക്കൺ, അതിൽ ലംഘിക്കുകയും മുറിച്ചു കളയുകയും ചെയ്തു. അള്ളാഹു ഈ കർത്താവുമായി ചെയ്ത ആ കരാർ മുറിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വിശദീകരണം നമുക്ക് ഇസിഹ 24 കാണാം. അതുപോലെ തന്നെ ജെറമിയ 11:10 അവിടെയും ഇതേപോലെ വിശദീകരണം കാണാൻ കഴിയും. They have returned to the sins of their ancestors who refused to listen to my words. They have followed other gods to serve them. Both Israel and Judah have broken the covenant I made with their ancestors. ഇവിടെ പറയുന്നത് ഇസ്രായേലും ഈ പിന്നീട് വന്ന സമൂഹങ്ങൾ മുഴുവനും എന്ത് ചെയ്തു? കർത്താവുമായി ചെയ്ത മുഴുവൻ
കരാറുകളും ലംഘിച്ചു എന്ന് ജെറമിയ 11:10 വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. ഈ തരത്തിൽ കർത്താവുമായി ചെയ്ത വാഗ്ദാനങ്ങൾ ലംഘിച്ചവർക്ക് എന്ത് വാഗ്ദാത്ത ഭൂമിയാണ് നൽകുന്നത്? അപ്പോൾ ലംഘിച്ച ആൾക്കാർക്ക് വിശ്വാസവും അതിൻ്റെ പൂർത്തീകരണവും ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് നൽകുന്ന ഭൂമി എന്ന ആ ഒരു വാഗ്ദാനം, ഈ വിശ്വാസവും ആ ദൈവത്തെയും അവരിലേക്ക് അയച്ച പ്രവാചകന്മാരെയും ലംഘിച്ചവർക്ക് എന്ത് തരത്തിലുള്ള വാഗ്ദാനമാണ് കർത്താവ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഇപ്പോൾ ഈ അവകാശവാദം ഉന്നയിക്കുന്നവരുടെ മുമ്പിൽ വെക്കുവാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ ഖുർആനിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ആയത്തുകളുണ്ട്. എങ്ങനെയാണ് അവർ നിരസിച്ചതെന്ന് വിവിധ ഭാഗങ്ങളിലൂടെ പറയുന്നത് കാണുവാൻ കഴിയും. അതായത് വൈദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂർ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ വസ്മഊ ഖാലൂ സമഅനാ വഅസൈനാ വഉശ്രിബൂ ഫീ ഖുലൂബിഹിമിൽ ഇജ്ൽ ബികുഫ്രിഹിം ഖുൽ ബിഅസ മാ യഅ്മുറുക്കും ബിഹി ഈമാനുക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഇത് സൂറ അൽ ബഖറയിൽ തന്നെ ഉള്ള ഒരു ആയത്താണ്. അതുപോലെ തന്നെ ബഖറയിൽ 83-ാമത്തെ ആയത്ത്, അതുപോലെ ബഖറയിലെ 93-ാമത്തെ ആയത്തുകളും ഈ ബനു ഇസ്രായേൽ സമൂഹത്തിൻ്റെ തന്നെ അവരുടെ ധിക്കാരത്തെ, അവരുടെ അവരുടെ കരാർ ലംഘനത്തെ വിശദീകരിക്കുന്ന ആയത്തുകളാണ്. അതുപോലെ തന്നെ സൂറത്ത് നിസായിലും ഇവരുടെ കുഫറിനെ അള്ളാഹു അങ്ങനെ തന്നെ ഇവരുടെ ദൈവനിഷേധം എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. ഫബിമാ നഖ്ലിഹിം മീസാഖഹും, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാർ ലംഘനത്തിൻ്റെ കാര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. വകുഫ്രിഹിം ബി ആയാത്തില്ല വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ് വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫുൻ ബൽ തബഅല്ലാഹു അലൈഹാ ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല. സൂറ നിസായിലെ 154-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനോട് അവർ ചെയ്ത കരാർ ലംഘനം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള ദൈവനിഷേധം, അവർക്ക് അയച്ചു കൊടുത്ത പ്രവാചകന്മാരെ ഒരു ഹക്കും നോക്കാത്ത തരത്തിലുള്ള ഈ പ്രവാചകന്മാരെ അവർ വധിച്ചത്, അതുപോലെ തന്നെ അവരുടെ ഹൃദയങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട, മുഴുവൻ അടഞ്ഞതാണ് ഞങ്ങളുടെ ഹൃദയം എന്ന തരത്തിലുള്ള അവരുടെ ധാർഷ്ട്യം, ഇതെല്ലാം അവരുടെ കുഫറിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകൾ നമുക്ക് സൂറ നിസായിലും 155-ാമത്തെ ആയത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ മാഇദയിൽ 24-ാമത്തെ ആയത്ത് നോക്കുക. ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലുഹാ അബദൻ മാ ദാമു ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഉനാ ഖായിദൂൻ. അവിടെ സൂറ മാഇദയിലും പറയുന്നത് മൂസാ നബിയോട് ഇസ്രായേൽ സമൂഹം അദ്ദേഹം രക്ഷിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ സമൂഹം ഈ ഭാഗത്തേക്ക് കടക്കുവാൻ പറയുമ്പോൾ ആ സമൂഹം മൂസാ നബിയോട് പറയുന്നത് ഞങ്ങളിവിടെ ഇരിക്കുകയാണ്, നീയും നിന്റെ റബ്ബും പോയിട്ട് ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് അവരോട് പോയി യുദ്ധം ചെയ്യുക. ഫഇന്നാ ഹാഉനാ ഖായിദൂൻ, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന തരത്തിലുള്ള വിശദീകരണവും ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് നിരവധി ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഇവരുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതായി, ഇവരോടുള്ള പ്രവാചകന്മാരുടെ സമീപനം, അതിനുശേഷം ഇവർ തന്നെ വിശ്വാസ ലംഘനം, ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ അവർക്ക് കൊടുത്ത തൗറാത്തിലും ഇഞ്ചീലിലും എന്ത് ചെയ്യുക, വഴിതിരിച്ചു വിടുക, അതിൽ തെറ്റിക്കുക, പുതിയത് കൂട്ടിച്ചേർക്കുക തുടങ്ങിയ പ്രവണതകളെയെല്ലാം വിവിധ ആയത്തുകളിലൂടെ അള്ളാഹു വിമർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മാഇദ 18-ാമത്തെ ആയത്ത് അവർ പറയുന്നത് ഖാലത്തുൽ യഹൂദു വൻ നസാറ നഹ്നു അബ്നാഉല്ലാഹ് വ അഹിബ്ബാഉഹു. ഒരു പ്രധാനപ്പെട്ട വാദമാണ് ഈ ചോസൻ പീപ്പിൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവർ തന്നെ പറഞ്ഞ ഞങ്ങൾ ഷാബുല്ലാഹിൽ മുഖ്താർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണെന്ന് പറയുന്ന ഒരു വാദം ഇവർ പല ഭാഗങ്ങളിൽ പറയുന്ന രീതി നമുക്ക് വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നസ്രാണികളും നസാറ, അതായത് ക്രിസ്ത്യൻസും യഹൂദരും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്, അഹിബ ആണ് എന്ന് പറയുന്ന വാദങ്ങൾ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സൂറ ജുമായിൽ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളിലും അവരുടെ വാദം പറയുന്നത് അന്നക്കും ഔലിയ ഉലില്ല, അവർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വലിയകളാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് പറയുന്ന വാദവും അതിൽ സൂറ ജുമയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. മാഇദ 13-ാമത്തെ ആയത്തിലും
ഈ ഒരായ 13-ാമത്തെ ആയത്തിലും ഇവരുടെ അള്ളാഹുവിൻ്റെ വാക്കുകളെ മാറ്റി അവർ എഴുതിയതിനെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ മാഇദ 78-79 ആയത്തുകളിൽ ലോയിനല്ലദീന കഫറു മിൻ ബനി ഇസ്രായേൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാമും ദാവൂദ് അലൈഹിസ്സലാമും ബനി ഇസ്രായേലിലെ സത്യനിഷേധികളെ ക്ഷപിച്ചതിനെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്ന ആയത്താണ് മാഇദയിലെ 78-79 ആയത്ത്. അതുപോലെ തന്നെ ആൽ ഇംറാനിലെ 112-ാമത്തെ ആയത്തും ഇവർക്ക് അള്ളാഹു നൽകിയ അപമാനത്തെക്കുറിച്ചും അള്ളാഹു നൽകിയ ശിക്ഷയെക്കുറിച്ചും പരാമർശിക്കുന്ന ആയത്തുകളാണ് അൽ മാഇദ 112-ാമത്തെ ആയത്ത്. ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ ഖുർആൻ തന്നെയും ബൈബിളിൽ പരാമർശിച്ചതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ അള്ളാഹുവിനോടുള്ള കരാർ ലംഘനത്തെ, കർത്താവിനോടുള്ള കരാർ ലംഘനത്തെ ഖുർആനും ബൈബിളും ഒരുപോലെ പല ഭാഗങ്ങളിലായി പരാമർശിക്കുന്നതായി കാണുവാൻ കഴിയും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസ ലംഘനം നടത്തിയവർക്ക് നൽകുന്നതല്ല വാഗ്ദത്ത ഭൂമി എന്ന് ബൈബിളും ഖുർആനും ഒരുപോലെ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇതാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊരു ചർച്ച ഈ വിഷയത്തിൽ അള്ളാഹു അല്ലെങ്കിൽ കർത്താവ് റേസിസ്റ്റ് ആണോ, വംശീയവാദിയാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒരു സമൂഹത്തിന് മാത്രം നൽകുന്നതാണോ പ്രത്യേകമായി വാഗ്ദത്ത ഭൂമി? കാരണം ഖുർആനിൽ ഒരിക്കലും അങ്ങനൊരു ഭൂമിയെക്കുറിച്ച് ഈ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന വർത്തമാനം ഉപയോഗിക്കുന്നില്ല. പകരം അർദുൽ മുഖദ്ദസ എന്ന് പറയുന്ന വിശുദ്ധ ഭൂമി എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. കാരണം ഒരു ദൈവത്തിന് ഒരു കർത്താവിന്, ഒരു ദൈവത്തിന് ഒരിക്കലും റേസിസ്റ്റ് ആവാൻ കഴിയില്ല. ഒരു സമൂഹത്തെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മാത്രം നൽകുന്ന ഒരു അനുഗ്രഹം എന്ന രീതിയിൽ പറയുവാൻ കഴിയില്ല. ആ തരത്തിലുള്ള വിവിധ ആയത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുന്നതുമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇബ്രാഹിം നബിക്ക് എല്ലാം നൽകുമെന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കും നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി, ഈ വഴിതെറ്റിയവർക്ക് നാം ഈ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുകയില്ല എന്നാണ് അള്ളാഹു സൂറ ബഖറയിൽ തന്നെ പറയുന്ന ഒരായത്താണത്. അപ്പോൾ ഇങ്ങനെ റേസിസ്റ്റായ ദൈവത്തെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെയും പഴയ നിയമത്തിൻ്റെയും ഖുർആൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഒരു കർത്താവിന്, ഒരു ദൈവത്തിന് റേസിസ്റ്റ് ആവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ എന്നതിൻ്റെ അപ്പുറം ബൈബിളിലാവട്ടെ ഖുർആനിലാവട്ടെ എപ്പോഴും ബനു ഇസ്രായേൽ എന്ന് പറയുന്ന, ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്, ഒരു പ്രദേശത്തെ മാത്രം അല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചരിത്രവും കൂടി ഇതിന് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചേർത്ത് വെക്കുന്ന പദമാണ്, അദ്ദേഹത്തിൻ്റെ പേരാണ്. പക്ഷേ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്ക് എത്തുകയും അവിടെ ഭരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ മറ്റു സഹോദരന്മാരെയും വിളിച്ചു കൊണ്ട് പോകുന്നത് നമുക്കറിയാം. അവിടെ ഏകദേശം 430-ലധികം വർഷങ്ങളാണ് ഈ സമൂഹം, ഇസ്രായേലി കുടുംബം എന്ന് പറയുന്ന ഈ കുടുംബം, യാക്കൂബ് നബിയുടെ ഈ കുടുംബം അവിടെ താമസിക്കുന്നത്. അങ്ങനെ പിന്നീട് അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മൂസ അലൈഹി ഇസ്ലാം തിരിച്ചിവരെ കനാൻ ഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതും. അപ്പോൾ ആ ഒരു അർത്ഥം തന്നെ സ്വന്തമായ ഭൂമി ആയിരുന്നില്ല. കാരണം ഓൾറെഡി ആ ഭാഗത്ത് തന്നെ ഫിലിസ്തീൻ എന്ന് പറയുന്ന ഒരു വംശം തന്നെ അവിടെ ഓൾറെഡി താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു അവകാശവാദം പോലും ചരിത്രപരമായി തന്നെ നടക്കുന്നതല്ല എന്നാണ് ചരിത്രവും അതുപോലെ തന്നെ ഈ വിശുദ്ധ വേദഗ്രന്ഥങ്ങളും ബൈബിൾ അടക്കമാവട്ടെ ഖുർആൻ അടക്കമാവട്ടെ നമ്മെ മനസ്സിലാക്കി തരുന്നതും എന്നതും മറ്റൊരു വിഷയമാണ്. ഇതാണ് ചർച്ചകളിലെ പ്രധാന കാമ്പ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ ആവട്ടെ അതുപോലെ ഖുർആൻ ആവട്ടെ വിവിധ ഭാഗങ്ങളിൽ ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇപ്പോൾ ബൈബിൾ തന്നെ പ്രധാന പണ്ഡിതനായ
YT വിനയരാജ്, അദ്ദേഹം ഒരു ബൈബിൾ സ്കോളറാണ്. അദ്ദേഹം തന്നെ ഒരു പ്രധാനപ്പെട്ട വാദം, ബൈബിൾ പീഡിപ്പിക്കപ്പെട്ട ജൂതർക്കൊപ്പമായിരുന്നെങ്കിൽ ആ സ്ഥാനം ഇപ്പോൾ ഫലസ്തീനികൾക്കൊപ്പമാണ് എന്നാണ് അദ്ദേഹം ഈയിടെ അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ വിവിധ പണ്ഡിതന്മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നുണ്ട്. ജർമ്മൻ ജൂയിഷ് സ്കോളറായ പ്രൊഫസർ എറിക് ഫ്രോം, ഇദ്ദേഹം പ്രമുഖനായ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് വിളിക്കപ്പെടുന്ന പ്രമുഖ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്, സൈക്കോളജിസ്റ്റാണ്, അതുപോലെ തന്നെ ഫിലോസഫറും കൂടിയാണ്. അദ്ദേഹം നാസികളുടെ അറ്റാക്കിൻ്റെ ഭാഗമായി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഒരു ജർമ്മൻ ജൂവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രൊഫസർ എറിക് ഫ്രോം. അദ്ദേഹം തന്നെ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു കാര്യം, if all nations would suddenly claim territories in which their forefathers had lived 2000 years ago, this would be a mad house. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ എല്ലാ ആൾക്കാരും അവിടെ എല്ലാ സമൂഹങ്ങളും അവരുടെ മുൻഗാമികൾ, അവരുടെ പ്രപിതാക്കൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ച പ്രദേശങ്ങൾ വീണ്ടും അവകാശപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു പ്രാന്താലയമായി മാറും എന്നാണ് പറയുന്നത്. അത് ആരാണ് പറയുന്നതെന്ന് നോക്കുക, ഒരു ജൂയിഷ് സ്കോളറാണ്. അത്രത്തോളം യഹൂദ പണ്ഡിതന്മാർ തന്നെ, അവരിൽ തന്നെ യഹൂദ പണ്ഡിതന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും പണ്ഡിതന്മാർ തന്നെ ഇത്തരത്തിലുള്ള ഈ വാദങ്ങൾ തന്നെ തള്ളിക്കളയുന്നതായി നമുക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇസ്രായേലീസ് എന്ന് പറയുന്ന ടെർമിനോളജികളെ കുറിച്ച് തന്നെ ചർച്ച. അത് പണ്ഡിതന്മാർ തന്നെ പറയുന്നത്, ഇസ്രായേലിറ്റീസ് എന്ന് പറയുന്നവരെയും ഇസ്രായേലി എന്ന് വിളിക്കുന്നവരെയും ഒരുപോലെ കാണരുത് എന്നാണ് ഈ വേദ പുസ്തകത്തിൻ്റെ അനലൈസ് ചെയ്തുകൊണ്ട് അവർ പറയുന്നത്. കാരണം ഇസ്രായേലി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ഇസ്രായേൽ സ്റ്റേറ്റിലെ പൗരന്മാരെയാണ് ഇസ്രായേലീസ് എന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇസ്രായേലിറ്റീസ് എന്ന് വിളിക്കുന്നത് അത് ജാക്കോബിൻ്റെ, ഇസ്രായേലിൻ്റെ വംശപരമ്പരയാണ്, പിൻഗാമികളെയാണ് ഇസ്രായേലിറ്റീസ് എന്ന് ബൈബിളിൽ പഴയ നിയമത്തിൽ പരാമർശിക്കുന്ന പദമെന്ന് അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് ഈ പണ്ഡിതന്മാരും പറയുന്നത് സ്വാഭാവികമായും സയോണിസ്റ്റുകൾ പൊക്കിക്കൊണ്ടുവന്ന അവകാശവാദത്തെ നിഷേധിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് ബൈബിളിൽ തന്നെ വിവിധ വാക്യങ്ങൾ, ജനസിസിലെ 28.15, ജനസിസിലെ 24.6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ, ആ ഭാഗങ്ങളിലെല്ലാം ഇബ്രാഹിം അല്ലെങ്കിൽ എബ്രഹാം എന്നുള്ള പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളോട് മാത്രമേ ചേർക്കുന്നു എന്നത് നമ്മുടെ ഈ ചർച്ചയെ കൂടുതൽ അതിൽ കേന്ദ്രീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും ആധുനിക പണ്ഡിതന്മാർ, അതായത് ക്രിസ്തീയ പണ്ഡിതന്മാരാവട്ടെ, യഹൂദ നേരത്തെ പറഞ്ഞതുപോലെ എറിക് ഫ്രോമിനെ പോലുള്ള യഹൂദ ഫിലോസഫേഴ്സ് ആവട്ടെ, എല്ലാവരും ഈ എററ്റ്സ് ഇസ്രായേൽ എന്ന് പറയുന്ന വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ഭാഗം അത് ഇസ്രായേലികൾക്ക് മാത്രമുള്ളതല്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. അതിൽ കൂടി നമുക്ക് വേറെയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേലി സമൂഹം എന്ന് പറയുന്നത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ സമൂഹത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട വിഭാഗങ്ങളല്ല. വിവിധ പ്രദേശങ്ങളിൽ കൺവേർട്ട് ചെയ്യപ്പെട്ട യഹൂദ മതത്തിലേക്ക് കയറി വന്ന ആൾക്കാരുമുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും മുമ്പ് ചർച്ച നടന്നത് ഇവിടെ കറുത്ത യഹൂദരെ വെളുത്ത യഹൂദർ അവഗണിച്ചതായി കാണുവാൻ കഴിയും. കാരണം പലതും ഇവിടുന്ന് കൺവേർട്ട് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആധുനിക ഇസ്രായേലിൽ തന്നെ ഹബഷ യഹൂദർ എന്ന് വിളിക്കപ്പെടുന്ന എത്യോപ്യൻ ഭാഗത്തു നിന്നുള്ള യഹൂദരെ അത് 2ാം തര സിറ്റിസൺസായി യഹൂദി ജൂസ് സ്റ്റേറ്റ് തന്നെ പരിഗണിക്കുന്ന അവസ്ഥ അവർ തന്നെ അത് അങ്ങനെ ചർച്ച വെക്കാൻ തന്നെ പ്രധാന കാരണം ഇവർ പലരും മതപരിവർത്തനം നടത്തി സമൂഹത്തിലേക്ക് കയറി വന്നവരാണ്. അതായത് പ്യൂരിറ്റിയുടെ വിഷയം പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ മറ്റൊരു ചോദ്യവും കൂടി ഈ സയോണിസ്റ്റ് പ്രൊജക്റ്റ് മുന്നിൽ വെക്കുന്നവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് മുമ്പ് യഹൂദരായവർ അവർ പിന്നീട് ക്രിസ്ത്യാനിയായോ മുസ്ലിങ്ങളായോ മാറിക്കഴിഞ്ഞാൽ അവരെയും ഈ പറയുന്ന പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് സയോണിസ്റ്റുകൾ അംഗീകരിക്കുമോ ഇല്ലയോ? കാരണം അംഗീകരിക്കില്ല.
കാരണം ജൂയിഷ് സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദൻ എന്ന് പറയുന്നത് അവരുടെ സിറ്റിസൺഷിപ്പിലെ പ്രധാന പരിഗണനയായി മാറുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ കീഴടക്കിയ ഭാഗങ്ങളിലെല്ലാം മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ടെനറ്റ് എന്ന് പറയുന്ന വാടകയ്ക്ക് നിൽക്കുന്ന ഒരാളെന്നുള്ള പദവിയും അവർ കൊണ്ടുവരുന്ന അവിടെ സെറ്റിൽ ചെയ്യുന്ന യഹൂദർക്ക് സിറ്റിസൺഷിപ്പ് നൽകാനുള്ള പ്രധാന കാരണം ഈ ഒരു ആശയത്തിൽ നിന്ന് തന്നെ ഈ ആശയത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുത ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് ഒരു ആശയവും അതിനനുസരിച്ചിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങളും പുലർത്തി ജീവിക്കുന്നവർക്ക് കർത്താവ് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് ഈ പറയുന്ന എരറ്റ്സ് ഇസ്രായേൽ എന്ന ആ പ്രദേശം. ആ പ്രദേശം ഇന്ന് ഇസ്രായേൽ വാദിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാവും. ബെൻഗൂറിയനോട് തന്നെ ബെൻഗൂറിയൻ എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ നേതാവാണ്, പ്രധാനമന്ത്രിയാണ്. ബെൻഗൂറിയൻ മറുപടി പറഞ്ഞത്, ബെൻഗൂറിയനോടും അവിടുത്തെ ഒരു മന്ത്രിയുമായി നടന്ന ചർച്ചയെ നമുക്ക് ബുക്കുകളിൽ കാണുവാൻ കഴിയും. ആ മന്ത്രി ചോദിക്കുന്നത് നമുക്ക് ഒരു ഡെഫിനിറ്റീവായിട്ടുള്ള ബോർഡർ വേണമല്ലോ എന്ന് പറയുമ്പോൾ ബെൻഗൂറിയൻ അത് വേണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ വളരെ യൂഫ്രട്ടീസ് മുതൽ അതുപോലെ നൈൽ നദീ ഭാഗങ്ങൾ മുഴുവനും തുർക്കിയുടെയും അറബ് ഭാഗത്തിലെ പലതും കണക്ട് ചെയ്യുന്ന ആ പ്രദേശം മുഴുവനും വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന ഒരാൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഒരു അതിർത്തി ഇതുവരെയും ഇസ്രായേൽ ഫിക്സ് ചെയ്യാത്തത് എന്നും നമ്മൾ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന ചർച്ചയുമായി ചേർത്ത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.